നമസ്കാരം. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളിയായിട്ടുള്ളൊരു ക്ലാസ്സാണ്. നിങ്ങൾ പഠിച്ചോണം. സൂപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് വരുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ടഫ് അല്ലാത്തതും ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ്. ഇങ്ങനത്തേത് പഠിച്ചോണം. ഒത്തിരി നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലാതെ എല്ലാം ടഫായിട്ട് ഒരിക്കലും വരില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളെ തിരഞ്ഞു പിടിച്ച് പഠിച്ച് ചെയ്തോണം. അതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള റാങ്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേപോലത്തെ ക്വസ്റ്റ്യൻസുകളാണ് ഞാനിപ്പോൾ ചെയ്യാൻ എടുത്തേക്കുന്നത്. ഇതെല്ലാ എൻട്രൻസിനും ചോദിക്കുകയും ചെയ്യും എന്ന് പറയാം. JEE പോലത്തേതിനുള്ളിലുള്ളതല്ല, നമ്മുടെ ക്വിസാറ്റ്, കീം, NDA 2 ഇതിനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സും നോട്ട്സും എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് എക്സാം വരെയുള്ള എല്ലാ ക്ലാസ്സുകളും പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ കൂടെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന റാങ്കോടുകൂടി പാസ്സായി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു x raised to 4 minus 1 divided by x minus 1 is equal to limit extends to k x cube minus k cube by x square minus k square, then what is the value of k? അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു +2 ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ ചെയ്യും. ഇവിടെ നമുക്ക് അതൊന്നുമില്ല, ഒറ്റ സ്റ്റെപ്പ് ആൻസർ, ദാറ്റ്സ് ഓൾ. ആ മെത്തേഡ് പഠിച്ച് വെക്കുക, തെറ്റാതെ ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിലേ ഇത് ശരിയാവുള്ളൂ. ഫാസ്റ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും കൂടി ഒരുമിപ്പിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ആർക്കും പറ്റും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പറ്റുമെന്നുള്ളത് പഠിച്ചാൽ പറ്റും. സിമ്പിൾ കാര്യം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ മോനെ. നമുക്കറിയാം ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡെറിവേറ്റീവ് എടുത്ത ശേഷം എക്സിൻ്റെ പ്ലേസിൽ ആ നമ്പർ കൊടുക്കേണ്ട ഈ നമ്പർ. അപ്പം നമുക്ക് ആ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x + 4 എത്ര മോനെ? 4x³ ശരിയല്ലയോ? 1ൻ്റെ വേണ്ട, ഈ 1ൻ്റെ വേണ്ട, എക്സിൻ്റെ എത്രയാണ്? 1 വേണ്ട. ഓക്കെ, അവിടെ എക്സിന് അങ്ങോട്ട് 1 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 4 × 1³ 4. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കഴിഞ്ഞു ഉണ്ടോ? ഇങ്ങനെ തീർക്കണം 4. റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ x³ എത്രയാണ്? 3x² ആണല്ലോ. k³ 0, k² 0, x² 2x, ഒരു എക്സ് ക്യാൻസലായി. ബാക്കി 3x/2. അവിടെ എക്സിന് നമ്മൾ ആരെയാണ് കൊടുക്കുന്നത്? k. ദാറ്റ് ഈസ് 4 = 3k/2. എക്സിന് അങ്ങോട്ട് k കൊടുത്തു കണ്ടോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 4 8 = 3k, then k = 8 = 3k or k = 8/3. ദാറ്റ്സ് ഓൾ, തീർന്നു. ഇത് ഈ രീതി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും പറ്റും. സിമ്പിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് പോകാം. y = 1 - 1 x raised to 1/4 into 1 + x raised to 1/2 into 1 + x raised to 1/4. പഴയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. then dy/dx = വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രം. ഇത് ഇങ്ങനെ നിൽക്കുന്നില്ല, ഇതെല്ലാം ഒരു പ്രത്യേകതയുള്ളതാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് y = ഇത് 3 പേരുണ്ട് അല്ലേ? നമ്മൾ സാധാരണ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുവാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് എങ്ങനെ ചെയ്യും? പ്രോഡക്റ്റുകളായിരിക്കും, അതൊന്നുമല്ല. ഓക്കെ, ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ പണിയുണ്ട്. ഓക്കെ, എന്താണ് ചെറിയ പണി? ഈ രണ്ട് ടേംസുകളെ കണ്ടോ? 1 - x raised to 1/4, 1 + x raised to 1/4, a - b, a + b, a² - b². ഓക്കെ, ദാറ്റ് ഈസ് 1² മൈനസ് x raised to 1/4 the whole square. ഇതാണ് ആ രണ്ട് പേരെ ചേർന്ന് കിട്ടുന്നത്. ഇവന് അതേപോലെ 1 + x raised to 1/2 എഴുതുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 3 പേരിൽ ഇവരെ തമ്മിൽ a - b, a + b, a² - b². ദാറ്റ് ഈസ് 1 - x raised to 1/2 എന്ന് കിട്ടും. എന്തുകൊണ്ടാണെന്ന് നോക്കിക്കുക എല്ലാവരും. 1/4 സ്ക്വയർ ബൈ 2ഉം 4ഉം നമുക്ക് കട്ട് ചെയ്താൽ താഴെ 2 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ 1 - x raised to 1/2 into 1 + x raised to 1/2 എന്ന് കിട്ടി. അപ്പോൾ നോക്കിക്കേ, പിന്നെ ഇത് a - b, a + b ആയി. അപ്പോൾ a² - b² ആയി അഗെയിൻ. അപ്പോൾ നമുക്ക് 1² - x raised to 1/2 the whole square, a² - b². that is 1² is 1 minus x raised to 1/2 the whole square becomes x. അപ്പോൾ 1 - x എന്നായി നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ y = 1 - x. then what is dy/dx? dy/dx is equal to 1 × 0 minus x × 1. ഫൈനൽ ആൻസർ ഈസ് -1. ഓക്കെ ആണല്ലോ. ഇപ്പോൾ രണ്ട് ചോദ്യങ്ങളും അടിപൊളിയായിരുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലത്തേത് പഠിച്ചോണം. ഇങ്ങനത്തേത് എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, y = cos x × cos 4x × cos 8x, then 1/y × dy/dx at x = π/4. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എന്തായിരിക്കും? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമെന്നാണ്. ഇവിടെ ഒന്നും പ്രോഡക്റ്റ് റൂൾ നമ്മൾ ഉടനെ അപ്ലൈ ചെയ്യേണ്ട. അല്ല, ചെയ്യുന്ന മെത്തേഡ് എല്ലാവരും പഠിച്ചിരുന്നോണം. നമ്മളെപ്പോഴും 2 പേരോ 3 പേരോ കണ്ടു കഴിഞ്ഞാൽ പ്രോഡക്റ്റുകളെ മനസ്സിൽ വരുള്ളൂ. അങ്ങനെ അല്ലാത്ത മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത്, ഇവിടെ നിന്ന് അപ്പുറം ഇപ്പുറം നമ്മൾ ലോഗ് എടുക്കും. ദാറ്റ് ഈസ് log y = ഓക്കെ, ലോഗ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ log of these 3. അപ്പോൾ log of ഫസ്റ്റ്
പ്ലസ് ലോഗ് ഓഫ് സെക്കൻഡ് പ്ലസ് ലോഗ് ഓഫ് തേർഡ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/y ഇൻറ്റു dy/dx. ലോഗ് കോസ് എക്സ്, log x 1/x, log cos x 1/cos x ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ആൻസർ ഈസ് മൈനസ് ടാൻ എക്സ്. ഓക്കെ, ഇത്രയും നമ്മുടെ മനസ്സിൽ വരുകയും വേണം. മൈനസ് ടാൻ എക്സ് എന്തുകൊണ്ടാണ്? ലോഗ് കോസ് എക്സ് അപ്പോൾ 1/cos x, പിന്നെ കോസ് എക്സ് ഡെറിവേറ്റീവ് മണ്ടയ്ക്ക് മൈനസ് സൈൻ എക്സ്, അപ്പോൾ സൈനും കോസും കൂടെ തരുമ്പോൾ ടാൻ അവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ടാൻ എക്സ്. ഇനി ലോഗ് കോസ് 4x വരുമ്പോൾ 1/cos 4x ആണല്ലോ, പിന്നെ കോസ് 4xൻ്റെ മൈനസ് സൈൻ 4x, പിന്നെ ഇൻ്റെ ഒരു 4 കൂടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അത് മൈനസ് 4 tan 4x എന്ന് വരും. സൈൻ 4x/cos 4x ബിക്കംസ് tan 4x, അവിടെ ഒരു മൈനസ് 4 ഉള്ളതുകൊണ്ട് മൈനസ്. ഓക്കെ, അതുപോലെ ഇവിടെ വരുമ്പോൾ എന്തുമായിരിക്കും? മൈനസ് 8 tan 8x. ഇതാണ് നമുക്ക് കിട്ടുന്ന ടേം. ഓക്കെ, ഇവിടെ നിന്ന് മൈനസിലേക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ tan x പ്ലസ് 4 tan 4x പ്ലസ് 8 tan 8x. ഇതാണ് 1/y ഇൻറ്റു ഡിവൈസ്. therefore dy/dx ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ ഇവിടെ അങ്ങ് എഴുതിയേക്കാം. dy/dx ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ ഈ മൈനസ് y ഇൻറ്റു എന്ന് എഴുതാം. ഓക്കെ, y ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്താണ് എക്സ് ഈക്വൽ ടു ആരെ കൊടുക്കണം? π/4. ഓക്കെ, എക്സ് ഈക്വൽ ടു π/4 കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു π/4 വേണ്ട, 1/y ഇൻറ്റു dy/dx ആണ്. അപ്പോൾ നമുക്ക് y ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഓക്കെ, ഇങ്ങനെ തന്നെ കിടന്നാൽ മതി. മൈനസിനൊക്കെ കോമൺ എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയൊക്കെ കിട്ടി. ഇനി അങ്ങോട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ എന്താണ്? 1/y ഇൻറ്റു dy/dx അറ്റ് എക്സ് ഈക്വൽ ടു π/4 എന്ന് പറഞ്ഞ് ഈ എക്സ് കാണുന്നിടത്തെല്ലാം നമ്മൾ ആരെ കൊടുക്കണം മോനെ? π/4 കൊടുക്കണം. ഇവിടെ എല്ലാം π/4. ഓക്കെ ആണല്ലോ, ഇവിടെ എല്ലാം π/4 കൊടുക്കുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് മൈനസ് ഓഫ് ടാൻ π/4 എത്ര മോനെ? 1 ആണ്. ശരിയല്ലേ? നെക്സ്റ്റ് 4 tan, ഇവിടെ 4 ഇൻറ്റു π/4. 4 ഇൻറ്റു π/4 എന്ന് പറയുമ്പോൾ 4 ക്യാൻസൽ ആയിക്കൊണ്ട് tan പൈയുടെ വില എത്രയാണ്? 0. ഓക്കെ, ഇവിടെ അതേപോലെ വരുമ്പോൾ 8 ഇൻറ്റു tan 8 ഇൻറ്റു π/4. അപ്പോൾ 8 ഇൻറ്റു π/4 എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 വന്ന് 2π എന്ന് കിട്ടും. tan 2π ഈസ് ഓൾസോ 0. അപ്പോൾ ആൻസർ വരുമ്പോൾ ഇത് 0 എല്ലാം 0 കേട്ടോ. അപ്പോൾ ആൻസർ ഈസ് മൈനസ് ഓഫ് 1. ആൻസർ ഈസ് ഇപ്പോൾ 1/y ഇൻറ്റു ഡിവൈഡ് സി സീക്വൽ എത്രയാണ്? -1. ക്ലിയർ ആണല്ലോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെയാണ് എക്സാമിന് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് 3 ചോദ്യങ്ങൾ അടിപൊളിയായിട്ടുള്ളത് പഠിച്ചോണം. ഇനിയും വരും. ക്ലാസ് ജോയിൻ ചെയ്താൽ ഫുൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നല്ല രീതിയിൽ കൂടെ എക്സാമിന് എഴുതാനും പറ്റും. ഓക്കെ, ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.